ബോക്സ് ഓഫീസ് തൂത്തുവാരി ജോർജ് കുട്ടിയും കുടുംബവും. ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പ് 2026 ഒക്ടോബർ 2-ന് തിയേറ്ററുകളിലെത്തും. അതേസമയം മലയാളം ചിത്രത്തിനെതിരെ പരാതിയുമുണ്ട്. വാഹന നമ്പർ സിനിമയിൽ വ്യാജമായി ഉപയോഗിച്ചെന്നു കാട്ടിയാണ് ഇടുക്കിയിൽ നിന്നും പരാതി. മോഹൻലാൽ ജിത്തു ജോസഫ് ചിത്രം ദൃശ്യം 3 വൻ പ്രേക്ഷക സ്വീകാര്യത നേടി മുന്നേറുകയാണ്. തിയേറ്ററുകളിൽ നിറഞ്ഞ സദസ്സിൽ തന്നെയാണ് ഇപ്പോഴും ചിത്രത്തിന്റെ പ്രദർശനം തുടരുന്നതെന്നാണ് റിപ്പോർട്ട്. സിനിമ തിയേറ്ററിലെത്തി വെറും 58 മണിക്കൂറുകൾ കൊണ്ടാണ് 100 കോടി ക്ലബിലേക്ക് എത്തിയത്. റിലീസ് ചെയ്ത് 7 ദിവസം കൊണ്ട് ചിത്രം 200 കോടിയും സ്വന്തമാക്കി. ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ട ചിത്രം കൂടിയാണിത്. മികച്ച പ്രതികരണമായിരുന്നു സിനിമയ്ക്ക് തുടക്കം മുതൽ ലഭിക്കുന്നത്. എന്നാൽ അതിനിടയിലും സമ്മിശ്ര പ്രതികരണങ്ങൾ ലഭിച്ചിരുന്നു. പക്ഷേ കോടികൾ നേടുന്നതിൽ മുന്നിൽ തന്നെയാണ് ലാലേട്ടന്റെ ഈ ചിത്രം. ചിത്രത്തിന്റെ 3-ാം ഭാഗം മികച്ച ദൃശ്യാനുഭവമായി മാറിയെന്നാണ് തിയേറ്ററിലെ പ്രേക്ഷകരുടെ റിപ്പോർട്ടുകൾ. മോഹൻലാലിനൊപ്പം മീന, എസ്തർ, അൻസിബ, സിദ്ദിഖ്, ആശ ശരത്, മുരളി ഗോപി എന്നിവർ പ്രധാന വേഷത്തിൽ ദൃശ്യം 3-ലെത്തുന്നുണ്ട്. എമ്പുരാൻ, തുടരും എന്നീ ചിത്രങ്ങളും മോഹൻലാൽ നായകനായി 200 കോടി ക്ലബിൽ കയറിയ ചിത്രങ്ങളാണ്. ഈ ഫോമിൽ ദൃശ്യം 3 തുടരുകയാണെങ്കിൽ ഉറപ്പായും 300 കോടി ക്ലബിലേക്കും ചിത്രം എത്തുമെന്ന് തന്നെയാണ് ആരാധകരുടെയും അണിയറ പ്രവർത്തകരുടെയും കണക്കുകൂട്ടൽ. ഇപ്പോഴിതാ ചിത്രത്തിന്റെ OTT റിലീസ് തീയതിയും പുറത്തു വന്നിരിക്കുകയാണ്. ആമസോൺ പ്രൈം വീഡിയോയിലൂടെയായിരിക്കും ചിത്രത്തിന്റെ OTT സ്ട്രീമിംഗ് ഉണ്ടാവുക. ജൂൺ 18-നായിരിക്കും ചിത്രം OTT-യിലെത്തുക. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗിക സ്ഥിരീകരണം കൂടി വരേണ്ടതുണ്ട്. എന്നാൽ ഇപ്പോഴിതാ ദൃശ്യം 3-ക്കെതിരെ ഒരു പരാതി കൂടെ വന്നിരിക്കുകയാണ്. വാഹന നമ്പർ സിനിമയിൽ വ്യാജമായി ഉപയോഗിച്ചെന്ന് കാട്ടിയാണ് ഇടുക്കി സ്വദേശി രാജീവ് പരാതി നൽകിയിരിക്കുന്നത്. ജിത്തു ജോസഫിനും ആന്റണി പെരുമ്പാവൂരിനും മോഹൻലാലിനുമെതിരെ പരാതി നൽകിയെന്നാണ് റിപ്പോർട്ടുകൾ. തന്റെ വാഹന നമ്പർ ചിത്രത്തിൽ ഉപയോഗിച്ചത് ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നാണ് പറയുന്നത്. മൂന്നാർ ഡിവൈഎസ്പിക്ക് നൽകിയ പരാതിയിൽ രാജീവ് കൃത്യമായ വിവരങ്ങളും അടയാളപ്പെടുത്തുന്നു. ആ ഭാഗം സിനിമയിൽ നിന്ന് നീക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. കൂടാതെ പരസ്യമായി മാപ്പ് പറയണമെന്നും പരാതിയിലെ ആവശ്യമായി ഉന്നയിച്ചിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ ഉടൻ തന്നെ പ്രതീക്ഷിക്കാം. അതേസമയം ദൃശ്യം 3 വലിയ തരത്തിൽ മുന്നേറുകയാണ്. ഇപ്പോഴിതാ അതിന്റെ ഹിന്ദി റീമേക്ക് പണിപ്പുരയിലാണ്. റിലീസ് നേരത്തെ പ്രഖ്യാപിച്ച ചിത്രം കൂടിയാണ് ദൃശ്യം ഹിന്ദി. ഒക്ടോബർ 3-നാണ് റിലീസ്. ദൃശ്യം 3 കണ്ട മലയാളികളും അല്ലാത്തവരുമായ പ്രേക്ഷകരും ഹിന്ദി റീമേക്കിന് വേണ്ടി ഇപ്പോൾ കാത്തിരിക്കുകയാണ്. കാരണം മലയാളം ഒറിജിനൽ നിന്ന് കഥയിൽ വലിയ മാറ്റങ്ങളോടെയാണ് ഹിന്ദി റീമേക്ക് എത്തുക. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.